بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي أنزل القرآن في شهر رمضان فعظم قدره بذلك وأجزل فيه من الإحسان. فيه تفتح الجنان وتغلق النيران فأتمه بذلك وسعسعه وأكمل فيه الامتنان ووسع فيه على خلقه وأنعم عليهم فيه بالغفران وأيده على سائر الأشهر بأن قيد فيه كل مارد وشيطان. أحمده سبحانه وتعالى على جميع الإحسان وأشهد أن لا إله إلا الله وحده لا شريك له شهادة تنجي قائلها من النيران. وأشهد أن سيدنا ونبينا محمدا عبده ورسوله سيد ولد عدنان. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. إلهي إن القضاء والقدر غلبني وإن الهوى بوثائق الشهوة أسرني فكن أنت النصير لي حتى تنصرني وتنصر بي وأغنني بفضلك حتى أستغني بك عن طلبي. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിനു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഉലൂമിഹി അവരുടെ ഹിക്കമിലെ 252-ാമത്തെ അതിമഹത്തായ ഹിക്മത്താണ് ഇന്ന് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, റബ്ബ ഉമുരിൻ ഇത്തസഅത് ആമാദുഹു വഖല്ലത് അംദാദുഹു വറബ്ബ ഉമുരിൻ ഖലീലത്തുൻ ആമാദുഹു കസീറത്തുൻ അംദാദുഹു. റബ്ബ ഉമുരിൻ, ഉമർ എന്നും ഉമർ എന്നും ഉംറ് എന്നും 3 കൊലത്ത് വായിക്കാം. നമ്മുടെ ഹിക്കമിൻ്റെ ശാരീങ്ങൾ അധിക പേരും വായിച്ചിട്ടുള്ളത് റുബ്ബ ഉമുരിൻ അമീമിന് ലൊമ്മ കൊണ്ട്. റുബ്ബ തക്സീർനിക്കാണ്. പിന്നെ അജീബാദങ്ങൾ പ്രത്യേകമായി പറയുന്നുണ്ട്, 2 സ്ഥലത്തും റുബ്ബ തക്സീർനിക്കാണ്. റുബ്ബ ഹുനാലി തക്സീരി ഫിൽ മൗദിഐൻ. അപ്പം എന്താർത്ഥം വരിക? റുബ്ബ ഉമുരിൻ, എത്ര എത്ര വയസ്സുകളാണ്. ഇത്തസഅത്ത് ആമാദുഹു, അതിൻ്റെ കാലങ്ങൾ നീണ്ടിട്ടുണ്ട്. അമദിൻ്റെ അമ്മാണ് ആമാദ്, അമദ് റസമാ. അപ്പം അതിൻ്റെ ടൈം നീണ്ട എത്ര എത്ര വയസ്സുകളാണ്. കുറേ കാലം ജീവിച്ച ആളുകൾ 75, 80, 90, 120 ഇങ്ങനെല്ലാം ജീവിച്ച ആളുകളുണ്ട്. വഖല്ലത്ത് അംദാദുഹു, അതിൻ്റെ മദദുകൾ വളരെ കുറഞ്ഞത്. മദദ് എന്ന് പറഞ്ഞാൽ ഫവായിദ്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അവർക്ക് വരുന്നതായ നേട്ടങ്ങൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന മാലൂമാത്തുകൾ, ദീനിയായ പുരോഗതികൾ, അതിനാണ് മദദ് എന്ന് പറയാം. അങ്ങനെയുള്ള പുരോഗതികൾ വളരെ കുറവ്. കുറേ കാലം ജീവിച്ചിരിപ്പുണ്ടാവും. അത് 2 കോലത്തിൽ ദുനിയാവിലുണ്ട് ഈ സൈസ്. കുറേ കാലം ജീവിച്ച ദുനിയാവിൽ അവർ ജനിച്ച് വീടുന്നാൾ ശരിക്കും നടക്കാൻ തുടങ്ങിയ അന്ന് കൈക്കോട്ടോ പിക്കോസോ ചട്ടകോ കൈ പിടിച്ച് നടക്കുന്ന പോലെ ആയിരിക്കും. കൈക്കോട്ട് തോളിലേറ്റിയവരായിരിക്കും, മഴ തോളിലേറ്റിയവരായിരിക്കും.
അവർ 90 വയസ്സായി മരിക്കാഴ്ച അന്ന് പോലും അവർ ആ അന്ന് കോഴിക്കോടെടുത്ത് പുറത്തിറങ്ങാൻ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ അധ്വാനിച്ച് ഒന്നും സമ്പാദിക്കാത്തവർ ഭൗതികമായി നമുക്ക് കാണാം. അത് വലിയ വളവന്മാരുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, എല്ലാവരും അതിവാദക. വേറൊരു വിഭാഗം കുറഞ്ഞ കാലം കൊണ്ട് വലിയ സമ്പാദിച്ചവരുണ്ടാവും. ദുനിയാവിനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്ന മാതിരി അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഔലിയാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാലിക്കീങ്ങളായവർ, അവരിലുമുണ്ട് ഈ രണ്ട് വിഭാഗവും. കുറേ കാലം ജീവിച്ചു, പക്ഷേ അവർക്ക് വന്ന മദദുകൾ വളരെ കുറവായിരിക്കും. അവർ ചെറുപ്പം മുതലേ ഇബാദത്തിലാണ്, ചെറുപ്പം മുതലേ തെറ്റൊന്നും ചെയ്യാത്തവരാണ്. പക്ഷേ അവർക്കുള്ള മനസാന്നിധ്യമുണ്ടായത്, മനസ്സിനിക്ക് ഹുദൂറും ഖുശൂവും ഉണ്ടായത്, മുശാഹദ ഉണ്ടായത് വളരെ കുറവായിരിക്കും. ജീവിക്കാൻ കുറേ കാലം അള്ളാഹുവിൻ്റെ ത്വരീഖിലായും കൊണ്ട്, മുരീദായും കൊണ്ട്, സാലിക്കായും കൊണ്ട് ജീവിച്ചിരിക്കും. അങ്ങനെയുള്ള എത്ര ആളുകളാണ്. വറുബ്ബ ഉമുരിൻ, എത്ര വയസ്സുകളാണ്. ഖലീലത്തുൻ ആമാദുഹു, അതിൻ്റെ മദദുകൾ വളരെ, അതിൻ്റെ അമദ് വളരെ കുറവാണ്, സമയം വളരെ കുറവാണ്. എന്നാൽ കസീറത്തുൻ അംദാദുഹു, അതിൻ്റെ മദദുകൾ വളരെ കൂടുതലുമാണ്. ചില മഹാന്മാർക്കുള്ള വിഷയമാണ്, കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ കാലേ അദ്ദേഹം ത്വരീഖത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവുള്ളൂ. കുറഞ്ഞ കാലം കൊണ്ട് അവർ വലിയ മദദുകൾ ലഭിച്ചവരുണ്ടാകും. ഇങ്ങനെയുള്ള എത്ര ആളുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്വരീഖത്തിൽ പ്രവേശിച്ച, ഹഖീഖത്തിൽ വാസിലീങ്ങളായ, മഅരിഫത്ത് ലഭിച്ച ഔലിയാക്കളെ സംബന്ധിച്ചാണ്, സാധാരണക്കാരല്ല. നമ്മളൊരു സാമ്പിളായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് സംഭവം? കുറേ ആളുകൾ കുറേ കാലം ദീനിയായ ഖിദ്മത്തിലായി, ത്വരീഖിലായി, സുലൂക്കിലായി പ്രവേശിച്ചിരിക്കും. അവർക്ക് പണി ഇബാദത്ത് തന്നെയാണ്. അവരുടെ കയ്യിൽ തസ്ബീഹ് മാലകളുണ്ടാകും. ദുന്യവിയായ വിഷയങ്ങൾ അവർ അത്യാവശ്യത്തിന് മാത്രമേ പോകുന്നുള്ളൂ, അതും ഇബാദത്ത് തന്നെയാ. പക്ഷേ അവർക്ക് മദദ് ലഭിക്കൽ വളരെ കുറവാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർ ചെയ്ത ഇബാദത്ത് എല്ലാം കൂടി കൂട്ടുമ്പം അതിൽ സാന്നിധ്യമുള്ള ഘട്ടങ്ങൾ വളരെ കുറവായിരിക്കും. അവരും വലിയവർ തന്നെയാണ് മറ്റുള്ളവരെ കൊള്ള ചേർത്ത് വെക്കുമ്പോൾ. എന്നാൽ വേറൊരു വിഭാഗമുണ്ട്, അവർക്ക് വയസ്സ് കുറവായിരിക്കും, കുറഞ്ഞ കാലേ അവർ ത്വരീഖത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവുള്ളൂ. അവരുടെ അംദാദുകളാണെങ്കിലോ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് അവർക്ക് ലഭിച്ചതായ ഹുദൂറുകൾ, സാന്നിധ്യങ്ങൾ, ഫവായിദുകൾ അത് ധാരാളമാണ്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഉയർച്ചെത്തുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വമിസാലു ദാലിക അഹ്ലുൽ ജദ്ബി മഅസ്സുലൂകി വഅഹ്ലുസ്സുലൂകി വഹ്ദാ, സുലൂക്കോട് കൂടെയുള്ള ജദ്ബിന്റെ അഹ്ലുകാർ വെറും സാലിക്കീങ്ങളും. فإن أهل الجذب الموافقين للسالكين في الأعمال يطوون في ساعة واحدة من مسافة القرب ما لم يدركه أهل السلوك في سنين. വെറും സുലൂക്കിന്റെ അഹ്ലുകാർ അവരെ ശൈഖ് കുറച്ച് തർബിയത്താക്കി അങ്ങനെ കൊണ്ടുവരുന്നേ ഉള്ളൂ. അവർക്ക് ജദ്ബുണ്ടായിട്ടില്ല. അപ്പൊ അവർ അഖബകളെ മുറിച്ച് കടക്കണം, അവർ മുജാഹദയിൽ പ്രവേശിക്കണം, സുഹുദിൽ പ്രവേശിക്കണം, റിയാദയിലെത്തണം. അങ്ങനെ ഘട്ടം ഘട്ടമായി കുറേ കാലങ്ങളെ കൊണ്ട് വാസിലീങ്ങളാകുന്ന സാലിക്കീങ്ങൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ജദ്ബ് ചെയ്യുന്ന മുസ്തബയായിട്ടുള്ള ആളുകൾ, അവർ കുറഞ്ഞ കാലം കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് മറ്റുള്ളവർ കുറേ കാലം കൊണ്ട് സമ്പാദിച്ചതിൻ്റെയും മുകളിൽ അവരെത്തിപ്പെടും.
എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. وذلك أهل الفكرة وكذا أهل الفكرة مع أهل الخدمة. അതുപോലെ തന്നെ ഖിദ്മത്തിന്റെ അഹ്ലുകാർ, ഇബാദത്തുകളെ കൊണ്ട് സൗലാകുന്ന ആളുകൾ, അവർ ദിക്റിലാണ്, തസ്ബീഹിലാണ്, നോമ്പിലാണ്, നിസ്കാരങ്ങളിലാണ്, സുന്നത്ത് നിസ്കാരങ്ങളിലാണ്, അവർ സിയാറത്തുകളിലാണ്. ഇങ്ങനെ നടക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഫിക്രത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല. ചിന്തിക്കാനുള്ള അറിവിലേക്ക് അവരെത്തിയിട്ടില്ല. ചിന്തിക്കണമെങ്കിലും വേണം വലിയ അറിവ്. എന്നാൽ അഹ്ലുൽ ഫിക്രത്താണെങ്കിലോ ഹദീസിൽ വന്നു, ഫിക്രത്തു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന. ഒരു അല്പസമയം ചിന്തിക്കുക എന്ന് പറയുന്നത് 70 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഖൈറാൻ. 70 വർഷം എന്ന് പറഞ്ഞാൽ 840 കൊല്ലം, 840 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഖൈറാണ് ഒരു അല്പസമയം ചിന്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്രത്തിന്റെ അഹ്ലുകാർക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ കഴിയും. ആരേക്കാളും ഈ സുന്നത്തുകളാകുന്ന ഇബാദത്തുകൾ, അതിന് ഖിദ്മ എന്ന് പറയുന്നത്, അവരുടെ ളാഹിറിൽ കാണാൻ നല്ല ഉണ്ടാവും, പക്ഷേ അവർക്ക് ഉള്ളുണ്ടാവൂല. അതൊക്കെ ചില ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. وفي ذلك قال الشاعر كل وقت من حبيبي قدره كألف حجه. കണ്ടില്ലേ, എൻ്റെ ഹബീബിൻ്റെ വക്കൽ നിന്നുള്ള ഓരോരോ സമയവും അതിൻ്റെ ഖദർ അവൻ്റെ വക്കൽ നിന്നുണ്ടാകുന്ന 1000 ഹജ്ജ് പോലെയാണ്. 1000 ഹജ്ജ് മറ്റുള്ളവരുടെ വക്കൽ നിന്നുള്ള അൽഫി ഹജ്ജിഹി നുസ്ഖ കാണുന്നത് അങ്ങനെയാണ്. ഏതായാലും ഒരാൾ സാധാരണക്കാര് 1000 ഹജ്ജ് ചെയ്യുന്ന മാതിരിയാണ് ഹബീബിന്റെ വക്കൽ നിന്നുള്ള ഓരോരോ സമയം. وقال الشيخ أبو العباس المرسي رضي الله عنه, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയ, ഔഖാതുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ, ഞങ്ങളുടെ സമയം മുഴുവനും ലൈലത്തുൽ ഖദ്റാണ്. ഇവിടെയാണ് പലരും പെടുന്ന, പല സൂഫിയാക്കളാണ്, ത്വരീഖത്തിന്റെ അഹ്ലുകാരാണ് എന്ന് പറയുന്ന ആളുകൾ പെടുന്നൊരു പ്രയോഗമാണ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. മുർസിനെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷാദിലി ഇമാമിന്റെ മുരീദാണ്, ഷാഫിഈ ഇമാമിന്റെ ഖലീഫയാണ്, നമ്മുടെ സിക്കന്ദരിയുടെ ഷെയ്ഖാണ്. അലക്സാണ്ട്രിയയിൽ ചെന്നാൽ ഏറ്റവും വലിയ മക്ബറ അത് അബുൽ അബ്ബാസിൽ മുർസിൻ്റെതാണ്, കാണേണ്ടതാണ് മുർസിന്റെ മക്ബറ. ആ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഔഖാതുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ, ഞങ്ങളെ സമയം മുഴുവനും ലൈലത്തുൽ ഖദ്റാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? സൂഫിയാക്കൾക്ക് ലൈലത്തുൽ ഖദ്ർ അല്ലാത്ത ദിവസമില്ല. അതായത് റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സ്ഥാപിച്ച, പ്രത്യേകമായി നിയമിച്ച മുഅ്മിനീങ്ങൾക്കെല്ലാവർക്കും കൂലി കൊയ്യാൻ വേണ്ടി, സവാബ് കൊയ്യാൻ വേണ്ടി, മുൻഗാമികളുടെ വയസ്സുകളെല്ലാം മറികടന്ന് ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്നാണോ ഈ പറയുന്നത്? അല്ല, ഇവർക്ക് എന്നും ആ ലൈലത്തുൽ ഖദ്റാണ് എന്നാണോ? മനസ്സിലാക്കേണ്ട വിഷയമാണ്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. സൂഫിയാക്കൾക്ക് എന്നും ലൈലത്തുൽ ഖദ്റാണ്. ഇവിടെ എന്നും തന്നെ ഔക്കാത്ത് എന്ന്, ഞങ്ങളുടെ ഔക്കാത്തുന ജമ്മിനെ മാരിഫിലേക്ക് ലാഭത്ത് ചെയ്താ. അപ്പൊ ഞങ്ങളുടെ ഓരോരോ സമയവും അത് മുഴുവൻ ലൈലത്തുൽ ഖദ്റാണ് എന്നായി പറഞ്ഞത്. ഈ പറഞ്ഞ വാക്കിനർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പലരും ബഹുമാനപ്പെട്ട ഇബ്നു അജീബ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ആ ലൈലത്തുൽ ഖദ്റിനിക്ക് റമളാനിലുള്ള പ്രത്യേക സാധാരണ ത്വരീഖത്തിന്റെ സാധാരണ പറയുന്ന റമളാനിൽ അല്ലാഹു തആല പ്രത്യേകമായി കണക്കൂട്ടിയ ഷഫീ മദ്ഹബ് റമളാനിലേ അതാവുള്ളൂ.
ചില ഇമാമിങ്ങളെ റമദാനല്ലാത്ത കൊല്ലത്തിൽപ്പെട്ട ഏതൊരു ദിവസവുമാവാന്ന് പറയുന്നുണ്ട്. ഏതായാലും മുഅയ്യനായ ദിവസമാണ്. ശാഫി മദ്ഹബ് പ്രകാരം റമദാനിലുള്ള ഒരു പ്രത്യേക ദിവസമാണ്. ഈ ലൈലത്തുൽ ഖദ്റിന്റെ ലൈലത്തുൽ ഖദ്ർ എന്ന തഫ്സീറിൽ മഹാനവർകൾ പറഞ്ഞിട്ടുള്ളത് സൂഫിയാക്കളെ കൊണ്ട് നോക്കുമ്പോൾ എല്ലാ രാത്രിയെ പറ്റിയാണ് പറഞ്ഞത് എന്നെല്ലാം വേണ്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. എന്താണ് മഹാന്മാർ ഔഖാത്തുന കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ ഉദ്ദേശം? എന്താണ് ബഹ്റുൽ മദീദിൽ പറഞ്ഞത്? വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട വിഷയമാണ്. അയിമ്മത്തിനെ സംബന്ധിച്ച് സൂഫിയാക്കളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആയത്തിനും ലാഹിറും ഉണ്ടാകും ബാത്തിനും ഉണ്ടാകും. ആ ഇഷാറത്തുണ്ടാകും പറഞ്ഞിട്ടുണ്ട്. ഇഷാറത്ത് എന്ന് പറഞ്ഞാൽ ലാഹിരിയായ മാന വെക്കരുത് എന്നല്ല. ബഹ്റുൽ മദീദ് ഞാൻ നോക്കി, റൂഹുൽ ബയാൻ ഞാൻ നോക്കി, അവിടെയെല്ലാം അവർ യഥാർത്ഥ തഫ്സീർ സാധാരണ പറയുന്ന തഫ്സീർ തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ശേഷം ബഹ്റുൽ മദീദിൽ അൽ ഇഷാറ എന്ന് പറഞ്ഞിട്ടുള്ള ഇഷാരിയ തഫ്സീർ വേറെ വിശദീകരിക്കുകയാണ്. അങ്ങനെയും ഒരു ഇഷാറത്ത് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലാഹിർ ഈ പറഞ്ഞ മാന തന്നെയാണ്. ഈ ലാഹിരിയായ മാന സാധാരണക്കാർക്ക് അന്ന് മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും 1000 കൊല്ലത്തിനേക്കാൾ ഖൈറാണ്. മറ്റ് 1000 മാസം അല്ല 1000 മാസം മറ്റുള്ള 1000 മാസങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഖൈറാണ് ഈ മാസത്തിൽ ഈ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യല്. അത് കണ്ടെത്തി കിട്ടണം, അത് പ്രത്യേകം പരിഗണിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ ലാഹിർ. അത് സൂഫിയാക്കളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതാണ് ഇബ്നു അജീബ തങ്ങള് ഈ ഇക്മത്തിന്റെ 252ാമത്തെ ഇക്മത്തിന്റെ തഫ്സീർ വ്യാഖ്യാനത്തിൽ ഷറയിൽ പ്രത്യേകമായി പറയുന്നത്. അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ പറഞ്ഞു, ഔഖാത്തുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ, ഞങ്ങൾ ഔഖാത്തിനുള്ള ഓരോ നിമിഷവും ലൈലത്തുൽ ഖദ്റാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇബ്നു അജീബ പറയാണ്, ഐ കുല്ലു വഖ്തിൻ ഇൻദനാ, ഞങ്ങളടുക്കലുള്ള ഓരോരോ സമയവും അഫ്ദലു മിൻ അൽഫി ശഹ്രിൻ ഇൻദ ഗൈരിനാ, ഞങ്ങളല്ലാത്തവരടുക്കലുള്ള 1000 മാസത്തിനേക്കാൾ അഫ്ദലാണ്. ചിന്തിക്കേണ്ട വാക്കാണ്. മറ്റുള്ളവർ അവർക്കുള്ള മനസാന്നിധ്യം, ഇബാദത്തിനേക്കുള്ള ലദത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള ശുഹൂദ്, അവർക്കുള്ള ഫനാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹദ്റത്ത് ഖുദ്സിലെത്തിയും കൊണ്ട് ആ ലദ്ദത്തോട് കൂടെ ആ ഖുശൂഓട് കൂടെ ചെയ്യുന്ന ഇബാദത്തുകളാണ് അവരത് മുഴുവനും. ഒരു സമയത്തും അവർക്ക് ശൈത്താന്റെ ഉപദ്രവം ഏൽക്കൂല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗ്യം സിദ്ധിക്കും ഞങ്ങൾക്ക്. അങ്ങനെ ഭാഗ്യം സിദ്ധിക്കുമ്പോൾ ഞങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറ്റൊരുത്തനിക്ക് ഒരു ഇബ്ലീസിനിക്ക് ഒരു ചാൻസുമില്ല. ഞങ്ങൾക്ക് വളരെ അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ വളരെ സാമീപ്യ മനസ്സമാധാനത്തോടു കൂടെ ഖുശൂഓട് കൂടെ തഖ്വയോട് കൂടെ ചെയ്യുന്നവരായത് കൊണ്ട് തന്നെ ഞങ്ങളല്ലാത്ത ഉള്ളില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾ, കുത്തിമറിയുന്ന ഇബാദത്തുകൾ, ആ കുത്തിമറിയുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും. പക്ഷെ അവർക്ക് ലഭിക്കുന്നതിൻ്റെ 1000 മാസം ചെയ്യുന്നതിൻ്റെ കൂലി ഞങ്ങൾക്ക് ഓരോരോ സമയത്തിനും കിട്ടും. അവർ 1000 മാസത്തിൽ ഓരോരോ സമയത്തും ചെയ്യുന്ന ഇബാദത്തുകൾ എന്താണോ അതിൻ്റെ 1000 ഇരട്ടി ഞങ്ങൾക്ക് കിട്ടും. കാരണം ഞങ്ങളെ ത്വരീഖത്തിൽ സ്വീകരിക്കുന്ന ശൈത്താനെ തൊട്ട് കാക്കപ്പെട്ടതായ മഹാന്മാരായി കഴിഞ്ഞാൽ, ആരിഫീങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ആ ഇബാദത്തിനിക്ക് വണ്ണം കൂടും. ഹദീസ് ഓതിയില്ലേ, ഫിക്റത്തു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന. അല്പസമയമുള്ള ഫിക്റത്ത് ഔലിയാക്കൾക്ക് കാര്യമായി ചെയ്യാനുള്ള ഫിക്റത്താണല്ലോ. ആ അല്പസമയത്തുള്ള ഫിക്റത്ത് ഖൈറുൻ, അത് ഖൈറാണ്. മിൻ ഇബാദത്തി 70 സന, 70 വർഷം എന്ന് പറഞ്ഞാൽ 840 കൊല്ലം മാസമാണ്. 840 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അഫ്ളലാണ് ഞങ്ങൾക്ക് ഒരു അല്പസമയം ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിനർത്ഥം എന്തായി? 840 എന്ന് പറഞ്ഞ ഏകദേശം 100 മാസത്തിന്റെ അടുത്തായി വന്നില്ലേ? കുറച്ചുകൂടിയല്ലേ ബാക്കിയുള്ളൂ. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം.
എന്നും അവർക്ക് ലൈലത്തുൽ ഖദറാണ്. വേറെ സമയത്ത് സ്ഥലത്ത് കാണാതാ ബഹ്റുൽ മദീദിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അഹ്ലുൽ ഖുലൂബി മിനൽ അൽ-ഇശാറത്തു എന്ന് പറഞ്ഞിട്ട് നേരെ തഫ്സീർ പറഞ്ഞു. അതിന്റെ ശേഷമാണ് ലാഹിർ മുറാദ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ലാഹിറിനെ വെക്കാൻ പറ്റുള്ളൂ. അതോടുകൂടെ ഇങ്ങനെ സൂചനയുണ്ട്. എന്താ? അഹ്ലുൽ ഖുലൂബി മിനൽ ആരിഫീന ഔൽ ഔഖാത്തു കുല്ലുഹാ ഇൻദഹും ലൈലത്തുൽ ഖദ്രി വൽ അമാകിനു ഇൻദഹും കുല്ലുഹാ അറഫാത്ത്. അഹ്ലുൽ ആരിഫീങ്ങൾക്ക് കൽബുള്ളവർ പറച്ചനെ അങ്ങനെയാണ്. ആരിഫീങ്ങളിൽ നിന്നും കൽബുള്ള ആൾക്കാർ, മുശാഹദ ഉള്ളവർ, മഅരിഫത്തുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സാമീപ്യം കരസ്ഥമാക്കിയവർ, അവർക്കുള്ള സമയം മുഴുവൻ ലൈലത്തുൽ ഖദ്റാണ്. അവിടേക്കുള്ള സമയങ്ങൾ മുഴുവനും അറഫകളാണ്. അവിടേക്കുള്ള സ്ഥലങ്ങൾ മുഴുവനും അറഫകളാണ്, അറഫാത്താണ്. വല്ലയ്യാമു കുല്ലുഹാ ജുമുആത്ത്. എല്ലാ സമയങ്ങളും അവർക്ക്, ദിവസങ്ങൾ മുഴുവനും അവർക്ക് വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ എന്നാണോ? എന്നും വെള്ളിയാഴ്ച നോക്കണം എന്നാണോ? അതല്ല. പറയട്ടെ, മഖ്സൂദ അതിന് കാരണം തസ്ബീഹിന്റെ കലാമാണ്. ലിഅന്നൽ മഖ്സൂദ മിൻ തഅദീമി الزمان والمكان وباعتبار ما يقع فيه من التقريب والكشف والعيان والأوقات والأماكن عند العارفين كلها سواء في هذا المعنى. കാരണം സമയത്തിനക്ക് ആദരവ്, മക്കാനിക്ക് ആദരവ്, ബഹുമാനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ, ലക്ഷ്യമെന്താണ്? മനസ്സാന്നിധ്യം, അതിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കശ്ഫ്, ഇത് പരിഗണിച്ചിട്ടാ. ഇത് പരിഗണിക്കുമ്പോൾ ഏത് സ്ഥലത്തും ഏത് സമയത്തും എപ്പോഴും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള പൂർണ്ണ ബോധത്തിലും പൂർണ്ണ ഷൗക്കിലും പൂർണ്ണ ഖൗഫിലുമായി അവർ നിലനിൽക്കുന്നവരാണ്. ഖൗഫ് റജാഇന്റെ ഇടയിലുള്ള പൂർണ്ണമായ അവസ്ഥയിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവരവർക്ക് യാതൊരു നഖ്സും റൈബാത്തും ഒന്നിനും തന്നെ ഇല്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ലൗലാ ശുഹൂദു ജമാലിക്കും ഫീ ദാതി മാ കുന്തു അർളാ സഅതൻ ബിഹയാതി മാ ലൈലത്തുൽ ഖദ്രിൽ മുഅല്ലമി ശൈനുഹാ ഇല്ലാ ഇദാ അമർതു ബികും ഔഖാതി ഇന്നൽ മുഹിബ്ബ ഇദാ തമക്കന ഫിൽ ഹവാ വൽ ഹുബ്ബു ലം യഹ്തജ ഇലാ മീഖാതി. ഒരു കവി പാടിയതാണ്. മറ്റൊരാൾ പാടിയത് ഇങ്ങനെ. ഇതൊക്കെ വലിയ വലിയ ആളുകളാണ്. ബിസ്സാമീനെ പോലുള്ളവർ പാടിയതാണ്. ഇബ്നുൽ ഫാരിദ് പാടിയതാണ്. തുസ്തരി പാടിയ ബൈത്താണിത്. വകുല്ലുൽ ലയാലി ലൈലത്തുൽ ഖദ്രി ഇംബദ കമാ കുല്ലു അയ്യാമിൽ ലികാ യൗമു ജുമുഅതി വസയ്യുൻ ലഹു ഹജ്ജും ബിഹി കുല്ലു വഫ്ഖതി അലാ ബാബിഹി ഖദ് ആദൽതു അൽഫ വഖഫതി. ഇതിന്റെ പറയണോ? കാല ശൈഖു അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു നഹ്നു വൽഹംദുലില്ലാഹ് ഔഖാതുനാ കുല്ലുഹാ ലൈലത്തുൽ ഖദ്ർ لأن عبادتهم كلها قلبية بين فكرة واعتبار وشهود واستبصار وفكرة ساعة أفضل من عبادة 70 سنة كما في الأثر. 70 കൊല്ലം എന്ന് പറഞ്ഞാൽ 840 മാസമായി. ഏകദേശം ലൈലത്തുൽ ഖദ്റിന്റെ അടുത്തെത്തി. ഒരു സാഹചര്യക്കാണത്. ആ ഹദീസ് പലരും ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാന്മാരായ ഔലിയാക്കൾക്ക് കൊണ്ടറിയുന്നവർ ആ ഹദീസിന്റെ ലഅഫ് അവർക്ക് ഹദീസ് പറയുമ്പോൾ മുഹദ്ദിസിന്റെ ഭാഷയിൽ ലഈഫാണെങ്കിലും അതിന്റെ മഅന സ്വഹീഹ് ആയതുകൊണ്ട് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ അടുക്കൽ അതെല്ലാം സ്വഹീഹാണ്, മഅന സ്വഹീഹാണ്. ദുർറുൽ മൻസൂറിൽ കാണാം ഹദീസ്. വഖറജ ദൈലമിയു മിൻ വജ്ഹിൻ ആഖർ മൗഖൂഫൻ അനസിൻ തഫക്കുറു സഅത്തിൻ ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ ഖൈറും മിൻ ഇബാദത്തി 80 സന. 80 സന എന്നാകുമ്പോൾ ഏകദേശം 1000 മാസത്തിന്റെ അടുത്തായി. ഒരു 3 കൊല്ലം കൂടി കൂട്ടിയാൽ മതി. വഖറജ അബു ശൈഖ് ഫിൽ അളമ عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم فكرة ساعة خير من عبادة 60 എന്നുണ്ട്. പല കോലത്തിൽ റിവായത്ത് വന്നിട്ടുണ്ട്.
ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആരിഫീങ്ങൾക്ക് എല്ലാ സമയവും ലൈലത്തുൽ ഖദ്റാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഇബാദത്തിന്റെ കനവും കട്ടിയും കൊള്ള നോക്കുമ്പോൾ ഇവരുടെ ഇബാദത്തിലേക്കുള്ള അതിലേക്കുള്ള ഖുശൂഹും ഹുദൂറും ശുഹൂദും എല്ലാം മാരിഫത്തും കൂടുമ്പോൾ ഇവരിന് കട്ടി കൂടും, കനം കൂടും എന്നാണ് ആ പറഞ്ഞ അർത്ഥമുള്ളത്. ബഹുമാനപ്പെട്ട ഖാദി അബൂബക്കർ ബിൻ അറബി ഗസാലി ഇമാമിൻ്റെ ശിഷ്യനാണ്. ഗസാലി ഇമാം ഈ ഭൗതികമായ ഉലൂമുകളുമായുള്ള ബന്ധം, ഫിഖ്ഹ്, ഹദീസ് ഇങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നെല്ലാം ഒഴിവായി തസവുഫിൽ പ്രവേശിച്ചു. മരുഭൂമികളിലും ഏതെങ്കിലും മിഹ്റാബുകളുമെല്ലാം പോയിരുന്നു. ഇബാദത്തിൽ മുഴുകിയ ഘട്ടം, സാഹിഹായ ഘട്ടം. ആ ഘട്ടത്തിൽ അബൂബക്കർ ബിൻ അറബി ഉസ്താദായ ഗസാലി ഇമാമിനോട് പറഞ്ഞു, വിശദീകരിക്കുന്നുണ്ട്. അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങള് ഗസാലി ഇമാം ജനങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കി. വലിയ മുദരിസായിരുന്നു, വലിയ ഗണ്ഡകനായിരുന്നു, വലിയ പ്രാസംഗികനായിരുന്നു, ദഅവത്ത് ചെയ്യുന്ന ആളായിരുന്നു. ധാരാളം ആളുകളെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുത്തിയവരായിരുന്നു. ഏത് നിരീശ്വരവാദിയെയും അവനെ മുട്ടുകുത്തിക്കാൻ കഴിവുള്ള ബുദ്ധി കൂർമ്മതയുള്ള മഹാനല്ലേ. അവരെ ആക്ഷേപിച്ചു, നിങ്ങളെന്തായി പണി ചെയ്തത്? അപ്പോൾ ഗസാലി ഇമാം പറഞ്ഞ വാക്കെന്താ? കത്തയമ്മംതു ബിസ്സഈദി സമാന വഅനൽ ആന ഖത്ലഫിർതു ബിൽമായി. കുറേ കാലം ഞാൻ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്ത് നമസ്കരിച്ചിരുന്നത്, ഇപ്പോഴാണ് എനിക്ക് വെള്ളം കിട്ടിയത്. മൻസറാ മുത്ബിഖൽ ജുഫൂനി വഅദ്ഹ ഫാതിഹൻ ലാ യറുദ്ദുഹാ ലിൽ അമായി. കണ്ണ് ചിമ്പി നടന്ന ഒരാള്, അവൻ കണ്ണ് തുറന്നു. ആ കണ്ണ് തുറന്നു എല്ലാം കണ്ടാൽ പിന്നെ ആ കാഴ്ചനെ കുരുടിലേക്ക് മാറ്റുമോ? പിന്നെ കണ്ട് ആസ്വദിക്കല്ലേ ചെയ്യ? മണ്ണ് കൊണ്ട് തയമ്മം ചെയ്ത് നിസ്കരിക്കല്, വെള്ളമില്ലെങ്കിലല്ലേ? എനിക്കിപ്പോൾ വെള്ളം കിട്ടിയ സമയമാണ്, എൻ്റെ കണ്ണ് തുറന്ന സമയമാണ്, ഇത് കണ്ണ് ചിമ്പിയെ ഞാൻ നടന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴുള്ള അവസ്ഥയാണ് ഏറ്റവും ഉത്തമമായ അവസ്ഥ. കുൽത്തോ അബൂബക്കർ, ഖാദി അബൂബക്കർ എന്നവർ പറയാണ്, യാ സയ്യിദി അൽ ഇസ്തിഗാലു ബിൽ ഇൽമി നഫ്ഉൻ ആമുൻ വഹുവ മിൻ അഫ്ളലിൽ ഇബാദാത്ത്. എൻ്റെ നേതാവേ, ഇൽമു കൊണ്ട് സ്വകലാകുക എന്ന് പറഞ്ഞത് പൊതുവായിട്ടുള്ള ഉപകാരമല്ലേ, ഏറ്റവും വലിയ ഇബാദത്തിൽപ്പെട്ടതല്ലേ? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിമ്മാ തലഅത് അലൈഹി ശംസു എന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? നിങ്ങളെ കൊണ്ട് എത്ര ആൾക്ക് എന്തെല്ലാം ഉപകാരം കിട്ടിയിട്ടുണ്ട്, പിന്നെ എന്തിനു നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നു? ഫഖാല, അപ്പോൾ ഗസാലി ഇമാം പറഞ്ഞ മറുപടി എന്താ? ലമ്മാ തലഅ ഖമറു സആദ ഫീ ഉഫ്ഖിൽ ഇറാദ വഅശ്റഖത് ശംസുൽ ഉസൂൽ ഫീ അർദിൽ ഉസൂൽ തറക്തു ഹവാ സുഅദാ വലൈലാ ബിമഅ്സിലി വസിർതു ഇലാ അൽയാ അവ്വലി മൻസിലി ഫനാദതിനിൽ അക്വാനു മിൻ കുല്ലി ജാനിബി അലാ അയ്യുഹസ് സഗീർ വൈദക ഫംഹിലി غزلت لهم غزلا رقيقا فلم أجد لغزلي نساجا فكسرت مغزلي എന്നാണ് മഹാനവർകൾ പറഞ്ഞ മറുപടി. എല്ലാവിധ വിജയവും ഞാൻ കൈവരിച്ചിരിക്കുന്നു, എൻ്റെ മനസാന്നിധ്യം കിട്ടിയിരിക്കുന്നു. ഇനി എനിക്ക് ഈ ഭൗതികതയിൽ അധിഷ്ഠിതമായ ഇൽമുകളുമായി സ്വലാവാൻ ഒഴിവില്ല. ഞാൻ എത്തേണ്ടോട്ട് എത്തിപ്പെട്ടു, എൻ്റെ ലക്ഷ്യം ഞാൻ കരസ്ഥമാക്കിയപ്പോഴാണ്. ഇമാം ഇബ്നു അജീബ തങ്ങൾ പറയാണ്, ഫൻദുർ മൻ അത്ലാഹു അല്ലാഹു അലാ ബറകത്തി ഉംരിഹി വറാഹു സമറത വഖ്തിഹി കൈഫ ഇഖ്താറൽ ആഖദ ഫല്ലാഖദ വല്ലൗലാ ഫല്ലൗലാ ലിയുദ്രിക മാ തൽമഹുഹു മിനൽ ഫവായിദി വയഹ്വാ ബിൽ ഖസായിസി വസ്സവായിദി. ചിന്തിച്ചു നോക്ക്, ബോധം വന്നപ്പോ
ഇബാദത്തിന് കനം കൂടുന്ന, സമയത്തിനേക്ക് ബഹുമാനം കൂടുന്ന, ആദരവ് കൂടുന്ന, പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന, അള്ളാഹുവിനടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലദ്ദത്തിലായി മുനാജാത്തിലായി ജീവിക്കാൻ പറ്റുന്ന അവസരം കിട്ടിയപ്പോൾ അതിന് മുൻഗണന ചെയ്തതും ചിന്തിച്ചു നോക്ക്. ഇങ്ങനെയാണ് വേണ്ടത്. അതാണ് സമയത്തിൽ അല്ലാഹു തആല ചില ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് വലിയ ബർക്കത്ത് നൽകും. ഖാല ശുതൈബി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ ദാറാനി ചരിത്രം പറഞ്ഞിട്ടുണ്ട്. വലിയ കുത്തുബാണ്. അവരുടെ ശിഷ്യൻ അഹ്മദ് ബിൻ അബിൽ അവാരി വലിയ ഷെയ്ഖാണ്. രണ്ടാളും വലിയ ആളാണ്. രണ്ടാളെ പറ്റി ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും ഹുസൈനി ചരിത്ര പ്രത്യേകമായി എണ്ണപ്പെട്ട ആളുകളാണ്. അങ്ങനെ അഹ്മദുൽ ഹവാരി അബൂ സുലൈമാൻ ദാറാനിയോട് പറയാണ്, ഞാൻ ബനൂ ഇസ്രായേൽക്കാരെ മാതിരി ആയാൽ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു. ശിഷ്യൻ അഹ്മദ് ബിൻ അബിൽ അവാരി പറയാണ് അബൂ സുലൈമാൻ ദാറാനിയോട്, ബനൂ ഇസ്രായേൽക്കാർ ബനൂ ഇസ്രായേൽക്കാരെ മാതിരി ആയാൽ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാലബി അയ്യശൈ ഉസ്താദ് ചോദിക്കുക, എന്തുകൊണ്ട്? ഖുൽതു ബിസമാനുമിയത്തി ആമിൻ, 800 കൊല്ലം വയസ്സുള്ള ആൾക്കാർ ബനൂ ഇസ്രായേലുണ്ടല്ലോ. ഹത്താ യസീറ കശ്ശന്നാനിൽ ബാലിയ വകൽ ഹനായ വൽ ഔതാർ, എന്നിട്ട് അവർ ഉണങ്ങിയതായ തോലും പാത്രം പോലെ ആയിട്ടുണ്ടാകും. വെയില് കൊണ്ട് ഉണങ്ങിപ്പിടിച്ചതായ തോലുകളെപ്പോലെയും മറ്റുള്ള ഉണങ്ങിയതായ മരം പോലെയായിട്ടുണ്ടാവും അവർ. എത്രയും വയസ്സ് ജീവിച്ചിട്ട് ഉണങ്ങി ചുളുങ്ങി ഈ ചാടി നടക്കുന്നൊരു വിഭാഗം. ശരിക്കും 2 കാലും നടക്കേണ്ടടുത്ത് 4 കാലും തയ്യാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള എത്തിയ ആ 800 വയസ്സ് ജീവിച്ച അവരൊക്കെ മാതിരി നമ്മൾ ആയാൽ വേണ്ടില്ലായിരുന്നു, കൊതിച്ചുപോയി എന്നാണ്. അപ്പൊ അബൂ സുലൈമാൻ തങ്ങൾ പറയാണ്, മാ വലന്തു ഇല്ലാ വഖദ് ജൈത ബിശൈ, ബനൂ ഇസ്രായേൽക്കാരെ മാതിരി ആയാ വേണ്ടില്ലായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്തോ വലിയ കാര്യം പറയാൻ പോവാണ്. ഇതെന്ത് കാര്യ? വല്ലാഹി മാ യുരീദുല്ലാഹു മിന്ന അൻ തൈബസ ജുലൂദുനാ അലാ ഇളാമിനാ, നമ്മളെ എല്ലുകളെ മേല് നമ്മളെ തോലുകൾ ഉണങ്ങി ഒട്ടി നിൽക്കുന്ന അള്ളാഹ് നമ്മളെ കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന സിദ്ഖുന്നിയ്യ, ഇങ്ങനെയുള്ള സിദ്ഖുന്നിയ്യ നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ അവനിക്ക് മറ്റുള്ളവർ 800 കൊല്ലം കൊണ്ട് സമ്പാദിച്ചവർ വെറും 10 ദിവസം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ലൈലത്തുൽ ഖദ്ർ ചരിത്രം തന്നെ അതല്ലേ. അതുകൊണ്ട് അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, റുബ്ബ ഉമരിൻ ഇത്തസഅത് ആമാദുഹു വഖല്ലത് അംദാദുഹു. ആൾക്കാരൊക്കെ മുൻകഴിഞ്ഞ ആളുകളൊക്കെ ആയിപ്പെട്ടതാ, നബിന്റെ ഉമ്മത്തല്ലാത്തോല്. ഓൽക്ക് ആമാദ് കുറേ ഉണ്ട്, വയസ്സെമ്പാടുണ്ട്, പക്ഷെ അംദാദ് കുറവാണ്. വറുബ്ബ ഉമരിൻ കലീലത്തുൻ ആമാദുഹു കസീറത്തുൻ അംദാദു. പൊതുവെ നബിന്റെ ഉമ്മത്തൊക്കെ അങ്ങനെ തന്നെയാണ്, വയസ്സ് കുറവല്ലേ. 60-ന്റെയും 70-ന്റെയും അത് പരിഹരിക്കാനാണല്ലോ ലൈലത്തുൽ ഖദ്ർ കൊടുത്തത്. എല്ലാവർക്കും പരിഹരിക്കാൻ. മറ്റുള്ളവരെ മുമ്പ് നബിന്റെ ഉമ്മത്തുകൾപ്പെട്ട ഖവാസീങ്ങളും ഖവാസും അതല്ലാത്ത അവാമും എല്ലാവരും മറ്റുള്ളവരെ കാട്ടിന് മുമ്പ് സുഖത്ത് കിടക്കണം. എന്താ? കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ ഇബാദത്തിന്റെ കൂലി അവർക്ക് ലഭിക്കണം. അതിന് സമയത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, കാലത്തിൻ്റെ പ്രത്യേകതകളുണ്ട്, പല നിരക്കുള്ള പ്രത്യേകതകളുണ്ട്. സമയത്തിന് പ്രത്യേകത ഉണ്ട്, സ്ഥലത്തിന് പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ലൈലത്തുൽ ഖദ്ർ, അറഫ, വെള്ളിയാഴ്ച, അങ്ങനെ പല പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ നൽകിയ പ്രത്യേകതകളിൽ വെച്ച് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ്, എപ്പോഴും എല്ലാ പ്രത്യേകതകളോടും കൂടെ ഇബാദത്ത് ചെയ്യുന്ന വിഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾ, സൂഫിയാക്കൾ. അവർക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മറ്റുള്ളവർക്കുള്ള ലൈലത്തുൽ ഖദ്ർ പോലെയായിരിക്കുന്ന എന്നല്ലാതെ എന്നും ലൈലത്തുൽ ഖദ്ർ എന്നല്ല ഈ പറയുന്നത്. നാം നേരത്തെ വിശദീകരിച്ചു തന്നു. ഇത് മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മശായിഖന്മാർ എല്ലാവരും പറയുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ 2726 ഹദീസ്. ബഹുമാനപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം രാവിലെ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നിന്ന് പോകുന്നു സുബഹിസ്കാരം കഴിഞ്ഞിട്ട്. അങ്ങനെ ജുവൈരിയ റളിയല്ലാഹു അൻഹ തങ്ങൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ റസൂലുള്ളാഹ് ഏകദേശം ദുഹാ സമയത്ത് തിരിച്ചു വന്നു, അവരവിടെ തന്നെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹ് ചോദിച്ചു, നിങ്ങൾ ഇതേ അവസ്ഥയിലായിരുന്നോ? ഞാൻ പോകുമ്പോണ്ടായിരുന്ന അതേ അവസ്ഥയിൽ ഇരിക്കുന്നതായിരുന്നോ? കാലത്ത് നഅം, അതെ. അപ്പൊ റസൂലുള്ളാഹ് പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്തിൻ ثلاث مرات ലൗ ഉസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗം ലവസിനത് കുന്ന. ഞാനെന്നാല് ഞാൻ സുബൈ മുതൽ ഇതുവരേക്കും ചൊല്ലിയില്ലേ, എന്നാൽ ഞാൻ 4 കലിമത്ത് 3 വട്ടം പറഞ്ഞു. ആ കലിമത്തുകളെ നിങ്ങൾ പറഞ്ഞതുമായി തുലനം ചെയ്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞതാണ് വലിയത്, അതാണ് കനം കൂടുക. എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഈ 4 വാചകങ്ങൾ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയാണ്, അവിടെ റസൂലുള്ളാഹ് പറഞ്ഞു എന്ന നിലക്ക് പരിഗണിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു വാചകത്തിനോട് ലോകത്തുള്ള എല്ലാവരും കൂടിയും പറഞ്ഞ തുല്യമാവൂല. നിർക്കാത്തെടുത്തൊക്കെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന ഐസിയത്തോട് കൂടെ അല്ല, ആ വാചകങ്ങളുടെ പ്രത്യേകതയാണത്. എല്ലാത്ത ഐസിയത്തോടു കൂടെ നബി തങ്ങൾ പറഞ്ഞു എന്ന നിലക്കാണെങ്കിൽ നബി തങ്ങളുടെ ഒരു വാചകത്തിനോട് തുല്യമായത് ഉമ്മത്തിന് മുഴുവൻ ചെയ്യാൻ സാധ്യല്ല. ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്താ? ചില വാക്കുകൾക്ക് പ്രത്യേകതയുണ്ടാകും. ആ വാക്കിനിക്ക് അത് മറ്റുള്ളവർ പറയുന്ന മറ്റുള്ള വാചകങ്ങളെക്കാൾ എത്രയോ ഉയർന്നതായിരിക്കും. എന്നതുപോലെ തന്നെ ചില സമയത്ത് ചില ഹുദൂറുകളോട് കൂടെ ഖുശൂഅോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ മനസ്സിൽ വേണ്ടതുപോലെ ഇരുത്തി ചെല്ലുന്ന ഇബാദത്തുകൾ അതിനേക്ക് ഭാരം കൂടും. അത് ആ ശൈത്താന്റെ കാവലേറ്റ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ എപ്പോഴും ആ അവസ്ഥയിലായത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള ലൈലത്തുൽ ഖദ്ർ പോലെ അവർക്ക് എന്നും അതുപോലെയാകുന്നു. മറ്റുള്ളവരിലേക്കുള്ള നോക്കുമ്പോൾ ഓരോരോ ഇബാദത്തിനും 1000 മാസത്തെ ഇബാദത്തിന്റെ കനമുണ്ടാവും ഒരു ഇബാദത്തിനിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.